മഹാഭാരതത്തിന്റെ ഏടുകളിൽ ബംഗാൾ പ്രത്യക്ഷപ്പെടുന്നത് വങ്ക എന്ന പേരുള്ള ഒരു സമുദ്രതീര രാജ്യമായിട്ടാണ്. ബലിരാജാവിന്റെ 5 പുത്രന്മാരിൽ ഒരാളായ വങ്ക സ്ഥാപിച്ച രാജ്യമാണിത്. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ തന്റെ ദിഗ്വിജയ യാത്രയിൽ വങ്കാധിപതികളെ പരാജയപ്പെടുത്തിയതായി പുരാണങ്ങൾ പറയുന്നു. അന്ന് ആര്യ സംസ്കാരത്തിന്റെ അതിർത്തികൾക്ക് പുറത്തുള്ള സ്വതന്ത്രവും അനിയന്ത്രിതവുമായ ഒരു ഭൂപ്രദേശമായിട്ടാണ് ബംഗാൾ കരുതപ്പെട്ടിരുന്നത്. മെഗസ്തനീസിനെ പോലെയുള്ള ഗ്രീക്ക് സഞ്ചാരികൾ ഈ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയെപ്പറ്റി വിസ്മയത്തോടെ എഴുതിയിട്ടുണ്ട്. പാല രാജവംശത്തിന്റെ കീഴിൽ ബംഗാൾ ബുദ്ധമത പഠനത്തിന്റെയും കലയുടെയും ആഗോള കേന്ദ്രമായി മാറി. 1757 പ്ലാസി യുദ്ധം ബംഗാളിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വിധി മാറ്റിമറിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾ ബംഗാളിനെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിയിട്ടു. എന്നാൽ അതേ മണ്ണിൽ നിന്നും ബംഗാൾ നവോത്ഥാനം ഉദിച്ചുയർന്നു. രാജാറാം മോഹൻ റായ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതിയപ്പോൾ ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും സാഹിത്യത്തിലൂടെ സ്വാതന്ത്ര്യദാഹം പകർന്നു. ശാന്തിനികേതൻ എന്ന പരീക്ഷണം ലോകത്തിന് തന്നെ പുതിയൊരു വിദ്യാഭ്യാസ ദർശനം നൽകി. ചൈതന്യ മഹാപ്രഭുവിന്റെ നേതൃത്വത്തിൽ നടന്ന വൈഷ്ണവ പ്രസ്ഥാനം ബംഗാളിലെ ജാതി വ്യവസ്ഥയെ കടപുഴക്കി. വിവേചനമില്ലാത്ത ഭക്തി എന്ന സങ്കല്പം ബംഗാളിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ആദ്യ രൂപമായിരുന്നു. നദീതടങ്ങളിലെ കൃഷിയും ഇസ്ലാം മതത്തിന്റെ സമാധാനപരമായ വ്യാപനവും ചേർന്ന് ബംഗാളിൽ ഒരു സങ്കര സംസ്കാരമുണ്ടാക്കി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സന്യാസിമാരും സൂഫി ഫക്കീർമാരും ചേർന്ന് നടത്തിയ ഈ പോരാട്ടം ബംഗാളിന്റെ കലാപകാരിയായ ആത്മാവിന്റെ തെളിവാണ്. ഇതിൽ നിന്നുമാണ് പിന്നീട് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തുന്നത്. തെഭാഗ പ്രസ്ഥാനം 1946 നടന്ന ഈ കർഷക സമരം പിൽക്കാലത്ത് ഇടതുപക്ഷത്തിന് ബംഗാളിൽ അടിത്തറ പാകി. വിളയുടെ 2/3 ഭാഗം കർഷകന് എന്ന ആവശ്യം ബംഗാളിലെ വർഗസമരത്തിന്റെ തുടക്കമായിരുന്നു. 1947 വിഭജനം ബംഗാളിന്റെ ഹൃദയത്തെ രണ്ടായി കീറി. പശ്ചിമ ബംഗാളും കിഴക്കൻ പാകിസ്ഥാനുമായി മാറിയ ആ വിഭജനം ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരിൽ കുതിർന്നതാണ്. കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികൾ കൊൽക്കത്തയിലേക്കും പരിസരങ്ങളിലേക്കും ഒഴുകി. അവർ വെറും ഇരകളായിരുന്നില്ല, മറിച്ച് സജീവ രാഷ്ട്രീയ വിഷയങ്ങളായി അവർ മാറി. അവരുടെ വാസസ്ഥലങ്ങളും സാമ്പത്തിക അവസ്ഥകളും ഇന്നും ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന നിർണായക വോട്ട് ബാങ്കുകളെ രൂപപ്പെടുത്തി. ഏകദേശം 1,07,00,000 ദളിത് ജനസംഖ്യയുള്ള ബംഗാളിൽ മധുവ സമുദായം മാത്രം ഏതാണ്ട് 40 മുതൽ 50 വരെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. 34 വർഷം നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണം ഗ്രാമീണ ബംഗാളിനെ ഉടച്ചു വാർത്തു.